എന്തായാലും വലിയ വീഴ്ച ഈ കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ നാടാണ്, മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, അവിടെയാണ് ഇത്ര വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ അധികൃതർ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇത്ര വലിയ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിൽ രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങൾ കൂടി ഉണ്ടാകും എന്നതും വ്യക്തമാണ്. അപ്പോൾ ആ ആരോപണങ്ങൾ ആദ്യം ഉയരുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഞങ്ങൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കണ്ണൂർ ജയിലിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുന്നു ഈ സംഭവത്തിലൂടെ എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. കൊടും കുറ്റവാളികളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉയർത്തിയ ആരോപണം. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിനുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി എവിടെ നിന്നാണ്, തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കിടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി അയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ്, ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ, ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ, ഇഷ്ടമുള്ള മദ്യം, ലഹരി മരുന്ന്, മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായിസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരുടെ ഇരിക്കുന്നത്. ഞാൻ പറയില്ല, ബ്രാൻഡ് ഞാൻ പറയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദസ്വാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഈ ജയിലിലെ ഉദ്യോഗസ്ഥർ തടവുകാരുടെ തടവറയിലാണ് എന്നതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ. മാത്രവുമല്ല, ഈ പ്രതിയെ പിടികൂടിയത് കേരള പോലീസിന്റെ ക്രെഡിറ്റ് ഒന്നുമല്ല, അത് നാട്ടുകാരുടെ ഊർജിതമായുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ പ്രതിയെ പിടികൂടാനായതെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ്, ഭീഷണിയിലാണ്. അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു. യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുങ്ങിയത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ, അതിന് ഉത്തരം പറയണം, അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ്. ഇത് ജയിലധികാരികളുടെ, വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ്. എന്തായാലും അതിഗുരുതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ
മറ്റ് നേതാക്കളുമൊക്കെ ഉയർത്തുന്നത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഇതിൽ കൃത്യമായുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് ഇനി ചെയ്യാനുള്ള കാര്യം. ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നത് ഉറപ്പാക്കണം. ജയിലുകളിലെ സുരക്ഷ ഉറപ്പാക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞത് ഇനി ഇത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നത് ഉറപ്പാക്കണമെന്നാണ്. ചില നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ എന്ന് പരിശോധിച്ചാൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ എന്നിവരെ, നൈറ്റ് ഓഫീസർ റിജോയെ, ഇത്രയും പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള നടപടി. അതാണ്. മാത്രവുമല്ല കണ്ണൂർ റേഞ്ച് IG സംഭവം അന്വേഷിക്കാൻ ഉള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ റേഞ്ച് IG ഈ സംഭവം വിശദമായി തന്നെ അന്വേഷിക്കും. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നത്. ആ അന്വേഷണത്തിന്റെയും റിപ്പോർട്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. എന്തായാലും വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുകയാണ്. ആ വീഴ്ചയിൽ കൃത്യമായി പഠനമുണ്ടാകണം. എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്തണം. കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. എന്തായാലും നാട്ടുകാരുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ വളരെ പ്രശംസനീയമാണ്. അവരുടെ ആ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കൊടും കുറ്റവാളിയെ വളരെ പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോക്കസ് 1, ഫോക്കസ് 2 വാർത്ത. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ടാണ് നമ്മൾ 2 വാർത്തകളായി തന്നെ ഇത് പരിശോധിച്ചത്. ഇനി നമ്മൾ